ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഒരു ചെറിയൊരു സിനിമാ കഥയാണ്. ഞാൻ പലവട്ടം കണ്ട, അല്ലെങ്കിൽ എൻ്റെ മക്കളൊക്കെ പലവട്ടം കണ്ട ഒരു സിനിമയുടെ കഥയാണ്. നിങ്ങളിൽ പലരും ഈ സിനിമ പലവട്ടം കണ്ടിട്ടുണ്ടാവും. ഒരു വട്ടം കണ്ടവർ വളരെ ചുരുക്കമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ സിനിമയുടെ പേര് ലയൺ കിങ് എന്നാണ്. അപ്പോൾ 2019 ഈ സിനിമ ഇറങ്ങിയത്. യൂട്യൂബിലൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 250 മില്യണും ഇതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് 1.6 ബില്യൺ ആണെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിലെ കഥ എന്ന് പറയുന്നത് ഒരു സിംഹരാജാവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും, സിംഹരാജാവിൻ്റെ പേര് എന്താണ്, മുഫാസ എന്നാണ്. മുഫാസയുടെ ഭാര്യ ഷരാബി അല്ലേ, അവർക്കൊരു ചെറിയൊരു മകനുണ്ടാകുന്നു, നമ്മുടെ സിംബ. അപ്പോൾ സിംബയെ എല്ലാവർക്കും, അവരുടെ രാജ്യത്തെ എല്ലാവർക്കും കാട്ടിക്കൊടുക്കുന്ന, അങ്ങനെ സിംബനെ കാണിച്ചു കൊടുക്കുന്ന, എന്നിട്ട് സിംബയോട് പറയുന്നു, ഇനി ഈ പിന്നെ എന്താണ്, ഈ രാജ്യം അല്ലെങ്കിൽ ഇവർക്കൊക്കെ രാജാവായിട്ട് നീയാണ് വരിക, നീ നല്ല രീതിയിൽ ഇത് പിന്നെ ഈ രാജ്യമൊക്കെ നല്ല രീതിയിൽ നോക്കണം, നല്ല രീതിയിലുള്ള ഒരു നീതിമാനായ രാജാവായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അച്ഛൻ അവനെയൊക്കെ ഇങ്ങനെ ഈ രാജ്യം തേച്ചും കാണിച്ചു കൊടുക്കുന്നതും ഒക്കെയുള്ള ഒരു കഥയാണ്. അപ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞിട്ട് ബോറടിപ്പിക്കില്ല, നമുക്ക് നല്ലൊരു കഥയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഇനിയിപ്പം അടുത്ത രാജാവ് സിംബയാവും, ഇനി എനിക്ക് രാജാവാകാൻ സാധിക്കില്ല എന്നതിൽ അസൂയ പൂണ്ട, കഴിവുകെട്ട, അല്ലെങ്കിൽ മുഫാസയുടെ അനിയനായ സ്കാർ ഇതിനെതിരെ നീങ്ങുന്നതും ഇവരെ പിന്നെ നമ്മുടെ സിംബയെയും അല്ലെങ്കിൽ മുഫാസയെയും ഒക്കെ അപകടത്തിൽപ്പെടുത്താൻ ശ്രമിക്കുന്നതിൻ്റെയൊക്കെ ഒരു കഥയാണ്. അപ്പോൾ നമുക്കറിയാം, പിന്നെ സിംബയും അല്ലെങ്കിൽ മുഫാസയും സ്കാറിൻ്റെയൊക്കെ രീതികൾ വ്യത്യാസമാണ്. അപ്പോൾ സ്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കാർ എങ്ങനെയാണ് ഈ ഒരു പിന്നെ ചതി നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴുതപ്പുലികളെ കൂട്ടുപിടിച്ചിട്ടാണ് ഇവർ ഈ ഒരു പിന്നെ ചതി നടത്താൻ ശ്രമിക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ ശ്രീനാഥ് പ്രതാപൻ്റെ ആ ഒരു സ്റ്റോറി കണ്ടപ്പോൾ ഞാൻ വിചാരിക്കും, എന്തിനാണ് ഈ സിംഹത്തിൻ്റെയൊക്കെ നടന്നു വരുന്ന സിംഹത്തിൻ്റെ ഒരു ഇതൊക്കെ ഇട്ടിട്ടാണ് പറയുന്നത്, നീക്കങ്ങൾ നിശബ്ദമായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ എന്നൊക്കെയുള്ള ആ ഒരു വലിയ വേടൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പം ഞാൻ വിചാരിച്ചു, അതെ, സിംബയും സിംഹമാണ്, സ്കാറും സിംഹമാണെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും സ്കാറിൻ്റെ കൂട്ടത്തിൽ മാത്രമേ നമുക്ക് പെടുത്താൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഇനിയിപ്പോൾ 10,000 കോടിയുടെ ബിസിനസ്സോ 10,000 കോടിയുടെ തട്ടിപ്പോ ടേൺ ഓവറോ ഉണ്ടാക്കിയായാലും നിങ്ങൾ ഒരു മണി ചെയിൻ കമ്പനിയുടെ സിഇഒ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സിഇഒ എന്ന് എഴുതേണ്ടത് പോലും അറിയില്ല അല്ലേ, അല്ലെങ്കിൽ ബയോയിലൊക്കെ എങ്ങനെയാണ് സിഇഒ എഴുതേണ്ടത് എന്ന് പോലും അറിയാത്തൊരു സിഇഒ ആണ് നിങ്ങൾ. അപ്പോൾ പറയുന്നത്, ഇതുപോലെയുള്ള പല തട്ടിപ്പ്, എന്തിനാണ് അവരെ പറയുന്നത്, അവരെ പറയേണ്ട ആവശ്യമില്ല, എന്നാലും പറഞ്ഞു പോവാണ്, പല തട്ടിപ്പുകൾ ചെയ്ത് ചെറുപ്പകാലം മുതൽക്കേ തന്നെ പല തട്ടിപ്പുകൾ, ഇതേപോലെയുള്ള ഓൺലൈൻ അല്ലെങ്കിൽ MLM അങ്ങനെയുള്ള ആളെ പറ്റിക്കുന്ന പരിപാടികൾ ചെയ്ത് അവസാനം എത്തിപ്പെട്ട ഒരു സ്ഥലമാണ് ഹൈറിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ള നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് ആ സിനിമയാണ്. കഴുതപ്പുലികൾ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കോട്ടിട്ട ലീഡർമാർ, സ്കാർ എന്ന് പറയുന്നത് നമ്മുടെ 1-2 തട്ടിപ്പുകളൊക്കെ നടത്തി. എന്തായാലും ശ്രീനാഥ് പ്രതാപൻ ഞാൻ പറയില്ല, നമ്മളെ ചീനേച്ചി അങ്ങനെ മുൻകാല തട്ടിപ്പുകളൊന്നും നടത്തിയിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. ചീനേച്ചി അത്രയും നിഷ്കളങ്കയായ ഒരാളാണ്. എന്നാലും ഈ കമ്പനിയെ എടുത്ത് പറയുമ്പോൾ ശ്രീനാഥ് പ്രതാപൻ, പിന്നെ പ്രതാപൻ സാറ് 2-3 തട്ടിപ്പുകളൊക്കെ, ഒരുപാട് കേസുകളൊക്കെ ഇപ്പോഴും നിലവിലുള്ള ആളാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, അതുകൊണ്ട് മുൻകാല ചരിത്രം അത്ര നല്ലതല്ല. പക്ഷേങ്കിൽ ചീന ചേച്ചിയുടെ
മുൻകാല കാര്യങ്ങളൊക്കെ വളരെ ഒരുപാട് പൈസ കൊടുത്തിട്ട് അവാർഡ് മേടിച്ചു എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. എങ്കിലും അവർ ചെയ്യുന്നത് നമ്മുടെ സ്കാറിൻ്റെ പരിപാടി തന്നെയാണ്. ഇങ്ങനെ ഈ കഴുതപ്പുലികളെ കൂട്ടുപിടിച്ച് കളവ് ചെയ്ത് അല്ലെങ്കിൽ എന്തോ ആക്കിക്കളയാം എന്നുള്ള ഒരു ശ്രമമായിരുന്നു ആ ഒരു കഥ എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ അതിൽ അവസാനം ഈ ഇവറ്റകൾ കഴുതപ്പുലികളും ഈ സിംഹത്തിൻ്റെ വെറും എന്താണ് സിംഹത്തിൻ്റെ മകനായി ജനിച്ച സ്കാറും സിംഹം തന്നെ അല്ലേ പരാജയപ്പെടുന്ന ഒരു കഥയാണത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾ ഇനി ഏത് കഴുതകളെയും കഴുതപ്പുലികളെയും കൂട്ടുപിടിച്ച് പല പല കഥകളും പല സ്റ്റോറികളും ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എത്ര നിശബ്ദമായിട്ട് എത്ര ബുദ്ധിപരമായിട്ടോ നിശബ്ദമായിട്ടോ ഈ കാര്യങ്ങൾ നീക്കിക്കഴിഞ്ഞാലും നിങ്ങൾ പരാജയപ്പെടുക തന്നെ ചെയ്യും. ആൾറെഡി പരാജയപ്പെട്ടു, എന്നാലും നിങ്ങളുടെ പരാജയം പൂർണ്ണമാവും അടുത്ത് തന്നെ എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ. ബൈ.